നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൗർണമി ദിവസം. സാധാരണ അമാവാസ്യ തിഥികളിലും പൗർണമി തിഥികളിലും നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നേടിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ഈ പ്രപഞ്ചത്തെ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി നമ്മളോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ദിവസങ്ങളായിട്ടാണ് ഇതുപോലുള്ള ദിവസങ്ങളെയും അതുപോലെ തന്നെ പോർട്ടൽ ദിവസങ്ങളെയും എല്ലാം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തും തന്നെ ആയിക്കോട്ടെ, പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ചിന്തകളും എല്ലാം ഉണ്ടാകും. അത് ആരുടെ ആഗ്രഹമാണെങ്കിലും ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും അത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് എങ്ങനെ പറയണം, ഏതു രീതിയിൽ പറയണം എന്നതിനെക്കുറിച്ചെല്ലാം പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ പറയുന്ന ഈ ഒരൊറ്റ കാര്യം മാത്രം ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതുക. ചിലർക്ക് പണം അത്യാവശ്യമായിട്ട് നാളെ കൊടുക്കുവാൻ വേണ്ടി ഒരു 5000-ഓ 10,000-ഓ ആവശ്യമുണ്ടാകും. ന്യായമായ ഏതൊരാഗ്രഹമാണെങ്കിലും അത് ഉടനെ നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ന്യായമായ ആഗ്രഹം എന്ന് പറയുന്നത് എന്നാൽ, സാധാരണ ഇതുപോലുള്ള ഒറ്റ ദിവസങ്ങൾ മുഖാന്തരം നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ജോലിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണ്, അവരുടെ കോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന, മാനിഫെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇനി അഥവാ നമുക്ക് ആരോടെങ്കിലും പണം ചോദിച്ചിട്ടുണ്ട്, അവർ നമുക്ക് തരുവാനുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച പണമാണെങ്കിലും ഇന്നു തരാം നാളെ തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പണം നമ്മളിലേക്ക് വരുവാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു ദിവസമാണ് ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതുമാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരുവാനും ഇതുപോലുള്ള ദിവസങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ന്യായമായ ഏതൊരു കാര്യങ്ങളാണെങ്കിലും അത് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇത്. അതല്ലാതെ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ ഒരു 50,000 ചോദിച്ചു അല്ലെങ്കിൽ 1,00,000 ചോദിച്ചു അല്ലെങ്കിൽ 5 ലക്ഷം ചോദിച്ചു, എനിക്ക് 24 മണിക്കൂറിൽ കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. കാരണം നമ്മൾ ഒരു 5 മാസമോ 6 മാസം ഒരു വർഷം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയാതെ പോയ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു ദിവസത്തിൽ നേടിയെടുക്കാം എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ വിശ്വസിക്കുവാൻ പ്രയാസമാണ്. ചെറിയ പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ ഒരു ബിരിയാണി ഇലയാണ് നമുക്ക് ആവശ്യം. ഈ ബിരിയാണി ഇലയിലൂടെ പ്രപഞ്ചത്തെ പെട്ടെന്ന് വശപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുമെന്ന് നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം ബിരിയാണി ഇലയിൽ എഴുതി അതിനെ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കത്തിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടുകയാണ് എന്നുണ്ടെങ്കിൽ, അതും തുടർച്ചയായിട്ട് ഒരാഗ്രഹം തന്നെ നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും എഴുതി ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത്, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയ ആഗ്രഹങ്ങളാണെങ്കിലും ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് നമ്മളെ തേടി വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ബിരിയാണി ഇലയാണ് നമുക്കിന്ന് ആവശ്യം. ബിരിയാണി ഇല, വഴണി ഇല അല്ലെങ്കിൽ ബേ ലീഫ് എന്നെല്ലാം പറയും. ഉണങ്ങിയ ഇല എടുക്കുക. കാരണം നമ്മളിത് കത്തിച്ച് കളയുവാനായിട്ടാണ് പോകുന്നത്. അത് കത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിയ ഇല ആവശ്യമാണ്. ഇനി ഒരു പക്ഷേ ഞങ്ങൾക്ക് ബിരിയാണി ഇല ഇപ്പോൾ കയ്യിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ വരയിടാത്ത ഒരു കഷ്ണം പേപ്പർ എടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുന്ന രീതി ചെയ്യാവുന്നതാണ്. ഇനി ഏതു സമയത്ത് ചെയ്യണം, ഏത് സമയത്ത് വേണമെങ്കിലും ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമുക്കിത് ചെയ്യാവുന്നതാണ്. നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ, പീരിയഡ്സ് ആണോ, പുലവാലായ്മയാണോ, കുളിച്ചിട്ടില്ലേ, ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഏതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇതിന് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ നമുക്കതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം. ഒരു ഉണങ്ങിയ ബിരിയാണി ഇലയിൽ നമ്മൾ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന, ഇത് പച്ച നിറമാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ വ്യത്യാസം തോന്നാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നീല നിറത്തിലുള്ള നമുക്ക് ഒരു പേന എടുക്കാവുന്നതാണ്. അതെടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ 2140921 2140921 എന്നുള്ളത് ഒരു ഭാഗത്തും മറുഭാഗത്ത് നിങ്ങളുടെ പേരും ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ആഗ്രഹമാണെങ്കിലും അല്ല പെട്ടെന്ന് നിറവേറി കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആഗ്രഹമാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിൽ കരുതിക്കൊണ്ട് പ്രപഞ്ചത്തെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് ഇത് എഴുതാവുന്നതാണ്. എഴുതി കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ ഇല ഒരു കർപ്പൂരമോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഉരച്ചോ നമുക്ക് കത്തിച്ചുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ഏതെങ്കിലും പഴയ മൺപാത്രത്തിന് മുകളിൽ വയ്ക്കാവുന്നതാണ്.
മൺപാത്രത്തിൽ വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ കൊണ്ടുപോയി പ്രപഞ്ചത്തിലേക്ക് ഊതി കളയുവാൻ സാധിക്കും. ഇനി അഥവാ വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ നമ്മുടെ കൈ പൊള്ളുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൺപാത്രം, പഴയത് മൺവിളക്കാണെങ്കിലും ഇനി ഏത് പഴയ വിളക്കുകളാണെങ്കിലും നമുക്കത് എടുത്തുകൊണ്ട് ഇതുപോലെ എഴുതി കത്തിച്ച് കളയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 2 or 3 ആഗ്രഹം നിറവേറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഇലകളിലായിട്ട് ഇതുപോലെ എഴുതി കളയുകയും ചെയ്യാം, എഴുതിയിട്ട് കത്തിച്ച് കളയുകയും ചെയ്യാം. ഇത് നിങ്ങൾ ഇന്ന് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഉറപ്പായും നിറവേറി കിട്ടുന്നതായിരിക്കും. ഈ ഇല കത്തിക്കുമ്പോൾ മുഴുവനായിട്ടും ഈ ഇല കത്തി കഴിയുന്നത് വരെയും നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചൂടാറിയതിനു ശേഷം നമ്മളിത് കൊണ്ടുപോയി ഊതിക്കളയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ നമ്മൾ ഫീൽ ചെയ്യുക. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടി, ഞാൻ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ ഇതിനെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോയി പ്രപഞ്ചമേ നന്ദി, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, ഞാൻ ആഗ്രഹിച്ച ഏത് കാര്യമാണോ ആ കാര്യം നിറവേറി കിട്ടിയതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു, ഞാൻ ആഗ്രഹിച്ച തുക എന്നെ തേടി വന്നതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു, ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ജീവിതം എനിക്ക് ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു എന്നിങ്ങനെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഇത് ഊതി വിടാവുന്നതാണ്. ഇനി ഇതുപോലെ ഇന്നൊരു ദിവസം മാത്രം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ദിവസങ്ങൾക്ക്, അതായത് പൗർണമി, അമാവാസ തിഥികൾ, നമ്മുടെ പോർട്ടൽ ഡേയ്സ് എന്നെല്ലാം പറയുന്നത് വളരെ അത്ഭുതകരമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇന്ന് മുതൽക്ക് 11 ദിവസം ഞാനിത് ആവർത്തിച്ചോട്ടെ, അല്ലെങ്കിൽ 7 ദിവസം ആവർത്തിച്ചോട്ടെ, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ 7 ദിവസമോ 11 ദിവസമോ 21 ദിവസമോ ഇതുപോലുള്ള ഉണങ്ങിയ ബിരിയാണിയിൽ ഇതുപോലുള്ള നമ്പർ എഴുതിക്കൊണ്ട് ഒരാഗ്രഹം മനസ്സിൽ കരുതി നിങ്ങളുടെ പേര് ആ ഇലയുടെ പിറകുവശത്ത് എഴുതിക്കൊണ്ട് പ്രപഞ്ചത്തിന് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ചെയ്തു നോക്കൂ. നിങ്ങൾ ഏത് കാര്യമാണ് നിറവേറി കിട്ടണം, ഒരുപാട് ദീർഘനാളായി ആഗ്രഹിച്ച കാര്യമാണ്, ഇനി അഥവാ പെട്ടെന്ന് എനിക്ക് ഒരാഗ്രഹം തോന്നി, എനിക്ക് വിദേശത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ 21 ദിവസം നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിനുള്ള ഒരു നല്ല ന്യൂസ് നിങ്ങളെ തേടി വരും. അതായത് പലരും പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വാർത്ത നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. 1 രൂപ പോലും ചിലവില്ലാതെ പെട്ടെന്ന് ഫലം നേടിത്തരുന്ന, ഈ പ്രപഞ്ചത്തെ പെട്ടെന്ന് വശീപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കുന്ന മെത്തേഡുകളെ കുറിച്ചാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. അതുമാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തു നോക്കി ഒരുപാട് പേർക്ക് ഫലം ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ മറക്കാതെ ഈ ഒരു കാര്യം മാത്രം ചെയ്ത് കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.